അമേരിക്കയുടെ അലാസ്ക ദ്വീപിനോട് ചേർന്നുകൊണ്ട് ചൈനയുടെ യുദ്ധ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. ഇത് ഏത് അടിസ്ഥാനത്തിലാണ് വന്നത് എന്നുള്ളതും അമേരിക്കയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് എടുക്കാനോ മറ്റോ ആണോ എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്ക അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന പറയുന്ന മറുപടി, അന്താരാഷ്ട്ര യാത്രാ മേഖലയിലാണ് തങ്ങളുടെ കപ്പലുള്ളത്, അത് ആർക്കും എതിർക്കാനൊന്നും പറ്റുകയില്ല. അങ്ങനെ ഒരു രൂപരേഖ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ ഉണ്ട് എന്നതിനാൽ തങ്ങളുടെ കപ്പലുകൾ ഈ മേഖലയിലൂടെ സഞ്ചാരം നടത്തുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ പല രാജ്യങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൂടെയൊക്കെ സ്വാഭാവികമായിട്ട് സഞ്ചാരം നടത്തുന്ന സമയത്ത് ആരും അത് അന്വേഷിക്കാറോ ചോദിക്കാറോ ഇല്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് ചൈന അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ എക്കണോമിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന അലാസ്കയുടെ ഭാഗങ്ങളിൽ ചൈനയുടെ കപ്പലുകൾ, അതും യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള തലവേദന അമേരിക്കക്കുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.